ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ അനീഷ് എഴുന്നേറ്റ് ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കുകയാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം അവിടെ വെളിയിൽ വെച്ചിരിക്കുന്ന ഗാർഡൻ ഏരിയ വെച്ചിരിക്കുന്ന ഒരു ചെടിയുടെ അടുത്ത് വന്ന് വെള്ളം ഒഴിച്ചിട്ട് പറയുകയാണ്, ഇത് മുമ്പ് വാടിയിരുന്നതാണ്, ഇപ്പോൾ ജീവൻ വെച്ചിട്ടുണ്ട്, ഇനി നിനക്കൊന്നും പറ്റത്തില്ല, നീ ഇപ്പോൾ നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ ആ ചെടിയോട് വർത്തമാനം പറയുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചത്, നമ്മുടെ നാട്ടിൽ നമ്മൾ വീട്ടിലിരുന്നിങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, ഇങ്ങനെ ഈ ചെടിയുടെയൊക്കെ അടുത്ത് പോയിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കാറുണ്ട്. അതാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഓക്കെ, എന്താ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ അനീഷ് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗാർഡൻ ഏരിയയിൽ ഇങ്ങനെ നടക്കുകയാണ്. നടക്കുമ്പോൾ ഈ അനീഷ് ചോദിക്കുന്നത് ഷാനവാസിൻ്റെ കാര്യം തന്നെയാണ് ബിഗ് ബോസിനോട് ചോദിക്കുന്നത്. ബിഗ് ബോസിനോട് ചോദിക്കുകയാണ്, സ്വപ്നത്തിൽ പോലും ബിഗ് ബോസ് ഇന്നലെ ഞാൻ അങ്ങനെ ഷാനവാസ് ഇങ്ങനെ പോകുമെന്നും ഇങ്ങനെ സംഭവിക്കുമെന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഷാനവാസിന് ഇപ്പോൾ എങ്ങനെയുണ്ട് ബിഗ് ബോസ്? ഞാൻ ഇന്നലെയും ബിഗ് ബോസിനോട് ചോദിച്ചിരുന്നു, ബിഗ് ബോസ് ഒന്നും പറഞ്ഞില്ല. എങ്ങനെയുണ്ട് ഷാനവാസിൻ്റെ ആരോഗ്യസ്ഥിതി ഒന്ന് പറയാമോ എന്ന രീതിയിൽ പറഞ്ഞിട്ട് പറയുകയാണ്. ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഷാനവാസ്. ചാടി ചാടി നിൽക്കുന്ന, കുസൃതി പ്രകടമാക്കുന്ന, ഗ്രൂപ്പിലൊക്കെ കയറി വന്ന് ചില്ലായിരിക്കുന്ന, ഒത്തിരി ചിരിക്കുന്ന ഒരാളാണ്. ഇന്നലെ ഷാനവാസിന് അങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ബിഗ് ബോസ്. ഡോക്ടർമാരുടെ നിരീക്ഷണത്തിൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു വിഷമമാണ്, ഒരു വേദനയാണ് ബിഗ് ബോസ്. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയത്തില്ലെന്നും, അതോടൊപ്പം തന്നെ ഇന്നലെ ഉറങ്ങുമ്പോൾ ഞാൻ ഷാനവാസിൻ്റെ ബെഡിലേക്ക് നോക്കി, ആ ബെഡ് ഒഴിഞ്ഞു കിടക്കുന്നത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നിയെന്നും, ബിഗ് ബോസ് എന്ത് പറ്റിയെന്നൊന്ന് പറയണേ എന്ന രീതിയിലൊക്കെ ഈ അനീഷ് ഈ ബിഗ് ബോസിനോട് സംസാരിക്കുന്നുണ്ട്. അതായത് ഷാനവാസിനോട് ഒരു പ്രത്യേക സ്നേഹം ഉള്ളതുകൊണ്ട് തന്നെയാണ് അനീഷ് അങ്ങനെ ചോദിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അനീഷിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. കുറേ ബന്ധനങ്ങൾ ഞാനിവിടെ വന്നേ പിന്നെ അഴിക്കപ്പെട്ടു, കുറേ കയറുകളാൽ ബന്ധിക്കപ്പെട്ട ഒരാളായിരുന്നു ഞാൻ, ഇപ്പോൾ അതെല്ലാം ബന്ധനം മാറി ബിഗ് ബോസ്, എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ്, ഞാനിപ്പോൾ കുറേ ഫ്രീ ആയി ബിഗ് ബോസ്, ഫ്രീ ആയി സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്, ഓടിച്ചാടി നടക്കാൻ പറ്റുന്നുണ്ട്, ഫ്രീ ആയി സംസാരിക്കാൻ പറ്റുന്നുണ്ട് ബിഗ് ബോസ് എന്ന രീതിയിലൊക്കെ അനീഷ് അവിടെ പറയുന്നുണ്ട്. ഈ ഷോയിൽ വന്നതോടുകൂടിയാണ് ഇതെല്ലാം എനിക്ക് മാറ്റപ്പെട്ട്, ഈ ഷോയിൽ വന്നതോടുകൂടിയാണ് എനിക്ക് ഈ കുറേ കയറുകൾ അഴിക്കപ്പെട്ടതെന്നും അനീഷ് അവിടെ പറയുന്നു. ആവശ്യമില്ലാത്ത കുറേ ബന്ധനങ്ങൾ കൊണ്ടു നടന്നാൽ ഒരു കാര്യവുമില്ല, ഈ ബന്ധനങ്ങൾ അഴിച്ചു കളഞ്ഞാൽ ജീവിതം ആസ്വദിക്കാൻ പറ്റും. എന്താണ് ബിഗ് ബോസിൻ്റെ അഭിപ്രായം? ബിഗ് ബോസിന് എന്തെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ആദ്യമൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ ഞാൻ ഒത്തിരി മാറിയിട്ടില്ലേ ബിഗ് ബോസ്, ഒന്ന് പറ ബിഗ് ബോസ് എന്ന് പറഞ്ഞ് ബിഗ് ബോസിനോട് അനീഷ് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് ബിഗ് ബോസ് മറുപടി ഒന്നും പറയാത്തപ്പോൾ അനീഷ് ചോദിക്കുകയാണ്, ബിഗ് ബോസ് എഴുന്നേറ്റില്ലേ, എഴുന്നേക്കൂ, നേരം വെളുത്തു, മഴ കാരണം മൂടി പൊതച്ച് കിടന്ന് ഉറങ്ങുകയാണോ ബിഗ് ബോസ്, ബിഗ് ബോസ് എന്തെങ്കിലും ഒരു മറുപടി പറ എന്ന രീതിയിൽ അനീഷ് അവിടെ സംസാരിക്കുന്നു. എന്തായാലും അനീഷ് രാവിലെ ഷാനവാസിൻ്റെ ഒരു വിഷയം എടുത്ത് ബിഗ് ബോസിനോട് ചോദിക്കുന്നു. പിന്നെ അനീഷ് ഒത്തിരി മാറ്റം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. ഇനി എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.